നമസ്കാരം. നമ്മളുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിൻ്റെ ആ ജീവിതത്തോടൊപ്പം സഞ്ചരിക്കുന്ന, അതേപോലെ സഞ്ചരിക്കുന്ന ഒരു മഹാത്മാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. പ്രൊഫസർ എൻ രാധാകൃഷ്ണൻ സാറ്. രാധാകൃഷ്ണൻ സാറ് കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. ഒരു പ്രശസ്തനായിട്ടുള്ള ഗ്ലോബൽ പീസ് ഒരു പ്രവർത്തകനാണ്. ലോക സമാധാനത്തിന് വേണ്ടിയുള്ള എഴുത്തുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ലോകമെങ്ങും ശ്രദ്ധേയനാകുമ്പം വിവിധ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകനായിട്ടും വിവിധ ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ അതുപോലെ തന്നെ മറ്റു പല സംഘടനകളുടെയും രക്ഷാധികാരിയായിട്ടും ഒപ്പം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, അടുത്ത തലമുറയെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന നാടകം എന്ന കളരി. ആ നാടകത്തിൻ്റെ കളരിയിൽ കൊച്ചുനാരായണപിള്ള സാറിൻ്റെയും ജി ശങ്കരപ്പിള്ള എന്ന് പറഞ്ഞ അധികാരിയായ നാടക കലാകാരന്മാരുടെ ഒപ്പം നടന്നതിൻ്റെ പ്രവൃത്തി പരിചയം ഇന്ന് ആ ഒരു കുട്ടികളുടെ നാടകവേദിയെ കേരളത്തിൽ ഏറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെന്നുള്ള നിലയിലും ഇവിടെ തിരുവനന്തപുരത്തിന് ഒരിക്കലും ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിലും പ്രത്യേകിച്ച് മലനാട് ടി വിയുടെ അകം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും സാറിനെ അല്പസമയം മലനാട് ടി വിയോട് പരിചയപ്പെടുന്ന സന്തോഷം. സാറ്, എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഒരു രാഷ്ട്രപിതാവ് നമുക്കുള്ളത്. പക്ഷേ അതുപോലെ ഉയരുവാൻ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്നും കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നമ്മളൊപ്പം നടക്കുന്നവരെ മുൻപേ നടന്നുപോയ മറ്റു പലർക്കും കഴിയാതെ വരുന്നുണ്ട്. അവിടെയാണ് ഗാന്ധിജിയുടെ ഫോളോവേഴ്സായിട്ട് കുറച്ച് പേരെങ്കിലും ഈ സൈലൻ്റായിട്ട് ഈ ജീവിതം നയിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് മറ്റൊരു മഹാത്മാവിനെ അല്ലെങ്കിൽ ഗാന്ധിജിയെ പോലെ മറ്റൊരാളിനെ നമുക്ക് ലഭിക്കാതെ പോകും? ഉത്തരം പറയാൻ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ആ ഉത്തരം നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. ഗാന്ധിജി തന്നെ പറഞ്ഞു, എനിക്ക് ശിഷ്യന്മാരില്ല, ഞാൻ തന്നെ എൻ്റെ ശിഷ്യൻ. എന്തു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റം നിങ്ങളിൽ തുടങ്ങണം എന്ന് പറഞ്ഞ ഗാന്ധിയാണ് അതിനു മുൻപ് തന്നെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് നൽകുന്ന പാഠം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ശക്തിയെ വികസിപ്പിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ശക്തി നമ്മളിൽ തന്നെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുക ദുഷ്കരമാണ്. പക്ഷേ ജീവിതത്തെ നിലനിർത്തുന്ന ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞാൽ പിന്നെ ജീവിതം കുറച്ച് സുസ്ഥിരമാകും. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പലരും ശ്രമിക്കാറില്ല. നമ്മൾ ആരുടെയെങ്കിലും പുറകെ പോയി അനുകരണഭ്രമം ബാധിച്ച ഒരു തലമുറ അതിൽ നിന്ന് രക്ഷപ്പെടില്ല. ഓരോരുത്തരും ഓരോ അന്വേഷകനാകണം. ആ അന്വേഷണം മറ്റൊരാളെ പോലെ ആകില്ല, ഗാന്ധിയെ പോലെ ഒരാളെ ആകാൻ കഴിയില്ല. പക്ഷേ ഗാന്ധിജി നമുക്ക് നൽകിയ പാഠങ്ങളെ നമ്മളിലൊക്കെ ഒരു ഗാന്ധിയുണ്ട് സാർ, നമ്മളിലൊക്കെ ഒരു ഗാന്ധിയുണ്ട്. എന്താണ് ആ ഗാന്ധി? സത്യം, സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങൾ കാണാനുള്ളൊരു കഴിവ്, മറ്റുള്ളവരുടെ ദുഃഖം പരദുഃഖേ ഉപകാർ കരേ തോയ് എന്ന് ആ പാട്ട് സ്വജീവിതത്തിൽ പകർത്തിയ ഗാന്ധി. ഇതൊക്കെ ആകുമ്പം നമ്മളിലുള്ള ഗാന്ധിയെ നമ്മൾ അന്വേഷിക്കുകയാണ്. അത് ഈ രാജ്യത്ത് ഗാന്ധിക്ക് ശേഷം അത് പലർക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മളീ പറഞ്ഞൊന്നും എന്തുകൊണ്ട് ഗാന്ധിക്ക് ശേഷം ഒരു ഗാന്ധി ഇല്ല എന്നുള്ള ചോദിക്കാൻ നിർബന്ധിതരാകുന്നത്. പക്ഷേ അവിടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഗാന്ധിജി പറഞ്ഞതുപോലെ നമുക്കെല്ലാം നഷ്ടപ്പെട്ടാലും രണ്ട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒന്ന് നമ്മുടെ ആത്മാവ്, രണ്ട് നമ്മുടെ ശുഭാപ്തി വിശ്വാസം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മളിലുള്ള ഗാന്ധിയെ നമ്മൾ അന്വേഷിക്കുകയാണ്. എനിക്ക് പലപ്പോഴും നമ്മുടെ രാജ്യം ഇന്ത്യയാണ്, ഇന്ത്യൻ്റെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ അഭിമാനത്തോടു കൂടി പറയുമ്പോഴും സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷം പിന്നിടുമ്പോഴും നമുക്കിപ്പോഴും കുടിക്കുന്ന വെള്ളത്തിൽ പോലും ശുദ്ധതയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിനെ നമുക്ക് കാണേണ്ടി വരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിൽ ക്യാൻസറോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നീ മരിച്ചു പോകുന്ന തരത്തിലുള്ള വലിയ വലിയ പെസ്റ്റിസൈഡും കണ്ടാമിനേഷനും അടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പുണ്ടായിട്ടും വിൽക്കാൻ അനുവദിക്കുന്ന ഒരു സംവിധാനത്തെ നമ്മൾ കാണുകയാണ്.
എന്തുകൊണ്ട് ഗാന്ധിജി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അങ്ങ് പറഞ്ഞ പോലെ ഗാന്ധിജിക്ക് ശേഷം മറ്റൊരാളില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ സ്വയം ഒരു കണ്ടെത്തലിനും നമ്മളുടെ അന്വേഷണത്തിനും തുടക്കമിടുക എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞത്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങ് അടക്കമുള്ളവർ വീണ്ടും കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഒരു അന്വേഷണം തുടങ്ങുകയാണ് അല്ലേ? ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, ജൈവ കൃഷിയുടെ കാര്യത്തിൽ, മണ്ണിനും മനുഷ്യനും ക്ഷതമേക്കാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്? ഗാന്ധിജി ദീർഘവീക്ഷണത്തോടുകൂടി കാര്യം മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാനും ശ്രമിച്ചു. നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിയില്ലാതെ പോയി. നമുക്ക് ഇപ്പോൾ എന്ത് നേടാൻ കഴിയും എന്നുള്ളതിലാണ് എല്ലാവരും. ദ ലിവ് ഇൻ ദി പ്രസൻറ്റ് എന്ന് പറയും. ഫ്യൂച്ചറിൽ അവരെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ചിന്തിച്ചിട്ടില്ല, സമയമില്ല. ഇവിടെ ഈ പറഞ്ഞോണം നമ്മുടെ വികസന കാഴ്ചപ്പാടുകളിൽ നമുക്കുണ്ടായ വൻ പാളിച്ച ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഭരണാധികാരികൾ ഭരണത്തിൽ കടക്കുവാനും കടന്നാൽ അത് നിലനിർത്തുവാനും അവർ കാണിക്കുന്ന ആവേശം ജനങ്ങളുടെ സുസ്ഥിര ജീവിതത്തെപ്പറ്റി, അരോഗദൃഢഗാത്രരായ ഒരു ജനതയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നൽകുവാൻ അവർ പരിശ്രമിച്ചില്ല. അവരെല്ലാവരും തന്നെ പോപ്പുലിസത്തിൻ്റെ പുറകെ പോവുകയും കസേര ഉറപ്പിക്കാനുള്ള തരത്തിൽ ജനാധിപത്യ പ്രക്രിയ മനസ്സിലാക്കി അതിൽ ജീവിക്കുകയും ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. പക്ഷേ അങ്ങ് ചോദിച്ച ആ ചോദ്യം ഉണ്ടല്ലോ, ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അവന് ശുദ്ധജലം നൽകുക എന്നുള്ള ഒരു പ്രാഥമിക കർമ്മമാണ്. അതിനു വേണ്ട ശ്രമങ്ങൾ ഈ രാജ്യത്ത് ധാരാളം നടന്നിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രയോറിറ്റി നൽകി നമ്മുടെ ഭരണാധികാരികൾ എടുത്തോ എന്നുള്ളതിനെ പറ്റി നമുക്കെല്ലാം നമ്മുടേതായിട്ടുള്ള സംശയമുണ്ട്. പക്ഷേ നമ്മളീ പറഞ്ഞോണം ഭാവിയുടെ തടവറയിലെ ഭൂതകാലത്തിൻ്റെ തടവറയിൽ കിടക്കാതെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിന് ഓരോ വ്യക്തിയും തുനിഞ്ഞിറങ്ങേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2-3 കാര്യം വിനോബ ഭാവെ ഗാന്ധിജിയെ മനസ്സിലാക്കിയ ഗാന്ധി ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു വിനോബ ഭാവെ. മണ്ണ്, വായു, ഭൂമി, ജലം, ഇത് 4ഉം എല്ലാവർക്കും സ്വന്തമാണ്. പക്ഷെ അവിടെ അടിസ്ഥാനപരമായിട്ട് ആദ്യം വേണ്ടത് ശുദ്ധജലം ജനങ്ങൾക്ക് നൽകാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഇനിയും അതുകൊണ്ട് നമ്മൾ പരിഭ്രാന്തരാകാതെ ഒരു എന്തിനും തയ്യാറായ ഒരു പുതുതലമുറ നമ്മുടെ മുൻപിൽ നമ്മുടെ കൂടെ ഉണ്ട്. അവർക്ക് അവരുടെ ദിശാബോധവും കർമ്മബോധവും അവരെ മറ്റേ ഈ എന്തിൻ്റെയെങ്കിലും തടവറയിലേക്ക് തള്ളിവിടാതെ അവരെ ആവേശഭരിതരാക്കത്തക്ക തരത്തിൽ നമ്മളോടൊപ്പം നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഭാവി കുറച്ചുകൂടെ ജാജ്വല്യമാകുമെന്ന് തോന്നുന്നു. ഈ സാർ പറഞ്ഞ പോലെ നമ്മളുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നമ്മളുടെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ സന്ദേശം അടുത്ത തലമുറ അതിൽ നിന്ന് നല്ലത് തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇന്നും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അടക്കമുള്ളവർ ആ പുസ്തകത്തിനെ പോലും ജനങ്ങളിലേക്ക് റിവീൽ ചെയ്യാൻ ഒന്നിച്ചെത്തിക്കുവാൻ പരാജയപ്പെട്ടുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നന്മയെ അല്ലെങ്കിൽ നന്മയുടെ ഉള്ളടക്കം ഉള്ള കണ്ടൻറ്റുകൾ വിൽക്കുന്നതിൽ നിന്ന് ഒരുപാട് മാധ്യമങ്ങൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. ഇന്നിപ്പം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും സിനിമാ രംഗത്തുള്ള അപജയങ്ങളെക്കുറിച്ച് ഒരു വാർത്ത വന്നാൽ അത് പിന്നെ ഏതെങ്കിലും സ്ത്രീ പറയുന്നതും മറ്റുമുള്ള വിഷയങ്ങളാണ് അവർ ആഘോഷിക്കുന്നത്. ഇവിടെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മാധ്യമ നവോത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ വൈകുന്നത്? മാധ്യമങ്ങളെ കുറ്റം പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്ലോബലിസം വന്നതോടുകൂടി മാധ്യമങ്ങൾ പലതും ഈ ഒരു ഗ്ലോബലൈസ്ഡ് ഇക്കണോമിക് സ്ട്രക്ചറിലേക്ക് മാറി. എല്ലാ വലിയ കമ്പനികൾക്കും വലിയ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള മാധ്യമ ശൃംഖലകൾ, അത് ദൃശ്യമായാലും പ്രിൻ്റഡ് ആയാലും വന്നു കഴിഞ്ഞപ്പം അത് നിലനിർത്താനും, ഇപ്പം ഗാന്ധിജി തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വാങ്ങാതെ പത്രം നടത്തിയ ആളാണ്. മാധ്യമധർമ്മം അതായിരുന്നു. ആ മാധ്യമധർമ്മത്തിൽ നമ്മൾ വളരെ പിന്നോക്കം പോയി. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും പറയും മൂല്യച്യുതി എന്നൊക്കെ പറയും. ഈ മൂല്യച്യുതി എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ
വിള്ളൽ വീഴുമ്പോഴാണ് ഈ മൂല്യച്യുതി പോകുന്നത്. ഒരു ദിശാബോധമില്ലാത്ത ഒരു ജനത, പുഴുക്കുത്ത് ഏറ്റ മനസ്സോടുകൂടി ജീവിക്കുന്നവർ, എങ്ങനെയും അവർക്ക് ധനസമ്പാദനമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ഇവിടെ മനുഷ്യരെല്ലാം കമ്മോഡിറ്റീസായി മാറിയിരിക്കുകയാണ്. മനുഷ്യരെ കമ്മോഡിറ്റിയിൽ നിന്ന് ജീവസുള്ള, മനസ്സുള്ള, ഹൃദയമുള്ള, ചിന്തിക്കാൻ പ്രാപ്തരായ, മാറ്റത്തിൻ്റെ ചാലകശക്തിയായ വ്യക്തികളാക്കി മാറ്റണമെങ്കിൽ മനസ്സിൽ പുഴുക്കുത്ത് വീഴാൻ സൂക്ഷിക്കണം. ഇതായിരുന്നു ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ അങ്ങ് സൂചിപ്പിച്ചല്ലോ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകളിൽ അതായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ പറ്റിയെന്താന്ന് പറഞ്ഞാൽ, ഇവിടെ ഗാന്ധിജി എന്തൊക്കെ നിഷ്കർഷിച്ചോ അതിന് തിരിച്ചും എതിരായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മുടെ മനസ്സിലും ജീവിതത്തിലും കടന്നു പോയപ്പം പിന്നെ ആരെ കുറ്റപ്പെടുത്താനാണ്? പക്ഷേ നമ്മൾ ഈ ഭാവിയെപ്പറ്റി ചിന്തിച്ചു മുന്നോട്ട് പോവുക, എല്ലാവരിൽ നിന്നും അവരുടെ പാഠങ്ങളിൽ നിന്നെല്ലാം കരുത്ത് ആർജിക്കുക. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സഹിഷ്ണുതയുടെ വിപ്ലവകരമായ ഇടപെടലിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജിയുടെ ആ പേരിൽ തന്നെ ഗാന്ധിജി സ്മാരക നിധി ഉടൻ തന്നെ കേരളത്തിലൊരു വലിയ സമരത്തിനിറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിനിറങ്ങുകയാണ്. ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ജൈവ കൃഷിക്കാരുടെ കാര്യത്തിൽ, കർഷകന് ഫാർമേഴ്സ് ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ കർഷകൻ്റെ കരയാത്ത കണ്ണുകളുള്ള ദിവസങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗാന്ധി സ്മാരക നിധി കടന്നു വരുമ്പോൾ മലനാട് ജീവിയും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. നമ്മുടെ ഈ മാധ്യമ സംസ്കാരങ്ങൾക്കിടയിൽ അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു NGO മീഡിയയുടെ സ്ഥാനം എവിടെയാണ്? NGO മീഡിയയ്ക്ക് സ്ഥാനമുണ്ടെന്ന് മലനാട് TV വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മലനാട് TVയോട്ട് ആദ്യം പരിചയപ്പെടുന്നത് നിങ്ങളുടെ ആ ക്യാപ്ഷനിൽ കൂടിയാണ്. ഫസ്റ്റ് NGO മീഡിയ എന്നുള്ളത് എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ്. ഒരു 8-10 വർഷത്തിന് മുമ്പ് അതിന് സ്പേസ് ഉണ്ട് സാർ. NGOസിൻ്റെ സ്പേസ് ഗവൺമെൻറ്റിന് ഒരു കാലത്തും തള്ളിക്കളയാനാവില്ല. അതൊരു ബഫറാണ്, ഒരു ബഫർ ഗവൺമെൻറ്റുമായിട്ട്. അതേസമയം ഗവൺമെൻറ്റിനെ നമ്മൾ തള്ളിക്കളയാനാവില്ല. ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യത്തക്ക തരത്തിൽ. അതേസമയം ഗവൺമെൻറ് പരാജയപ്പെടുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മികത അത് ഒരു NGOയ്ക്ക് പറ്റൂ. നിഷ്പക്ഷത എന്ന് പറയുന്നത് അത് NGOയ്ക്ക്, ബാക്കിയുള്ളവരെല്ലാം നമ്മൾ കുറച്ചൊക്കെ അപ്പം അതിന് സ്പേസ് ഉണ്ട്. അത് ഭാവിയുടെ ഒരു വാഗ്ദാനമായി ഞാൻ കാണുന്നു. എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ ഈ വാക്കുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന, ഞാൻ ആദ്യം തുടങ്ങിയതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഗാന്ധിയന്മാരിൽ ഏറ്റവും ലെജൻഡായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ മലനാട്ടിനെ കുറിച്ച് കേട്ടത്. വളരെ സന്തോഷം തോന്നുന്ന ദിവസങ്ങളാണ്. എന്തായാലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ ഈ വാക്കുകൾ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മളുടെ മൂല്യച്യുതി ഇല്ലാത്ത മാധ്യമപ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾക്ക് അത് പ്രേരണ നൽകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ കൂടെയുള്ളവർക്കും. എന്തായാലും മലനാട് ടിവിയുടെ പ്രവർത്തനങ്ങൾ ഗാന്ധി സ്മാരക നിധിയോടൊപ്പം ഉണ്ടാകുന്നു ഞങ്ങൾ വാക്ക് തരുന്നു. ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം നമ്മളെല്ലാം കംറേഡ്സാണ്, ഒരു കോസിന് വേണ്ടിയുള്ള. അപ്പം ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ രാജ്യത്തെ. അപ്പം നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ആ ധൈര്യം വിടാൻ, അതാണ് ഗാന്ധിജി പഠിപ്പിച്ച പാഠം. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ആൾ. പിന്നെ NGOയുടെ സ്പേസ് ആർക്കും ഇല്ലെന്ന് പറയാനും പറ്റില്ല. പിന്നെ വീഴ്ചകൾ, പാളിച്ചകൾ, താഴ്ച ഉയർച്ചകളെല്ലാം സ്വാഭാവികമാണ് ജീവിതത്തിൽ. തളരാതെ മുന്നോട്ട് പോവുക. എക്സ്പീരിയൻസ് ഈസ് ദ മാസ്റ്റർ എന്ന് പറയുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോയിക്കൊടുക്കണം. എന്തായാലും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു. എല്ലാ ആശംസകളും അങ്ങേക്കും അങ്ങയുടെ ടീമിനും. You are watching India's first NGO television, Malanadu TV India.